കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇപ്പോഴും ജാതി വിവേചനമുണ്ട് എന്ന് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി. ക്ഷേത്രത്തിലെ ഉത്സവത്തിലും ആചാരപരമായ ചടങ്ങുകളിൽ നിന്ന് 5 തന്ത്രിമാർ വിട്ടുനിൽക്കുന്നു. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഈഴവ സമുദായത്തിലുള്ള ആളെ കഴകം ജീവനക്കാരായി നിയമിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ വിട്ടുനിൽക്കലെന്നാണ് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആരോപണം. വിട്ടുനിൽക്കലിന്റെ കാരണം തുറന്നു പറയാൻ തന്ത്രിമാർ ആർജവം കാണിക്കണമെന്നും മാനേജിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിരർത്ഥകമാകെ 10 ദിവസം നമ്മൾ അന്വേഷിച്ചിട്ട് പല കഴകക്കാരും ഇവിടെ വരാമെന്ന് സമ്മതിച്ചതിന് ശേഷം ആ ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം ആ കഴകക്കാർ പ്രവൃത്തി ചെയ്യാൻ വരാൻ തയ്യാറായില്ല. എന്താന്ന് അന്വേഷിച്ചപ്പോ അവരുടെ സമാജത്തിന്റെ ആളുകൾ ഈ വരാന്ന് പറഞ്ഞ ആളുകളെയൊക്കെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ വരാതെ ഈ ഉത്സവത്തിന്റെ ഈ കഴകം പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വ ശ്രമം നടത്തുക. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ തന്ത്രിമാര് ഇവിടെ ഈ സഹായിക്കാൻ വരുന്ന ആളുകളെ തടസ്സപ്പെടുത്താനും തടയാനും വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും നടത്തി മാറ്റി നിർത്താണ്. ലിഷോ ഈ വിവരങ്ങൾ വേണ്ട. ലിഷോ, ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു വിവാദ വിഷയമാണിത്. ഇതിപ്പോൾ എന്താണ് മാനേജിംഗ് കമ്മിറ്റിയുടെ ആരോപണം? ഈ തന്ത്രിമാർ ആരെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയോ ഉണ്ടായിട്ടുണ്ടോ? തന്ത്രിമാരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ബാലു എന്ന കഴകത്തിനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെ തുടക്കം. ആദ്യഘട്ടത്തിൽ അത് അങ്ങനെ ബാലുവിനെ നിയമിച്ചപ്പോൾ അത് പാരമ്പര്യ അവകാശികൾക്ക് അത് ഈ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ മോശമാകും, അവരുടെ തൊഴിൽ ഇല്ലാതാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 1 വർഷത്തോളമായി തന്ത്രിമാർ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ നടപടിക്രമങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വിട്ടുനിൽക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് തുറന്നു പറയാൻ ഉള്ള ആർജവം തന്ത്രിമാർ കാണിക്കണം. 5 തന്ത്രിമാരാണ് ഇങ്ങനെ വിട്ടുനിൽക്കുന്നത്. ദേവസ്വം കമ്മിറ്റിയുടെ എല്ലാ തീരുമാനങ്ങളും പരസ്യമായി എതിർപ്പ് കാണിച്ച് ഭക്തരെയും മറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷം, അതായത് 2025 മാർച്ച് മാസം മുതൽ 4 തന്ത്രിമാർ വർഷത്തിൽ ഈ കൊത്ത് നൽകിയിരുന്നു. ഈ 2025 പ്രതിഷ്ഠാദിനം മുതലാണ് നിസ്സഹകരണം ആരംഭിച്ചത്. തുടർന്ന് ഇപ്പോൾ ഉത്സവം വരാൻ പോവുകയാണ്. ഈ ഒരു ഉത്സവം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ തന്ത്രിമാർ വിട്ടുനിൽക്കുന്നു. മാത്രമല്ല ദേവസ്വത്തിന്റെ ഈ പ്രോഗ്രാം ബുക്കിൽ നിന്ന്, ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ബുക്കിൽ നിന്ന് ഉൾപ്പെടെ ഇവരുടെ ചിത്രങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രത്തോളം നിസ്സഹകരണം എന്തുകൊണ്ടാണെന്ന് കൃത്യമായി തുറന്നു പറയാൻ ഇവർ ആർജവം കാണിക്കണം എന്നുള്ളതാണ്. ഈ കഴകം നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയെന്ന് ഈ ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കാൻ സാധിക്കില്ല. ഇത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും നിർദ്ദേശപ്രകാരമാണ് മറ്റ് ജാതിയിൽപ്പെട്ട കഴകം ജീവനക്കാരനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്.